തിരുവനന്തപുരം മുതലപ്പൊഴി അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ട മത്സ്യബന്ധനം നിലച്ചതോടെ പ്രതിഷേധം ശക്തമാക്കി മത്സ്യത്തൊഴിലാളികൾ. അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അഞ്ചുതെങ്ങ് മുതൽ പെരുമാതുറ വരെ മുഴുവൻ റോഡുകളും മത്സ്യത്തൊഴിലാളികൾ ഉപരോധിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റെഫിൻ വിവരങ്ങളുമായി ഈ സ്ഥലത്ത് നിന്ന് ചേരുകയാണ് നമ്മളോടൊപ്പം. സ്റ്റെഫിൻ, വലിയ പ്രതിഷേധമാണല്ലോ രൂപപ്പെടുന്നത്. മത്സ്യബന്ധനം പൂർണ്ണമായും തടസ്സപ്പെട്ട സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്? ജീവനുമായി ബന്ധപ്പെട്ടതാണ്. അവർ തികച്ചും ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ന്യായമായ ആവശ്യങ്ങളാണ്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ കുറേ നാളായി ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പൊഴി കടന്ന് കടലിലേക്ക് പോകുന്ന ആ ഭാഗത്ത് മണൽത്തിട്ട രൂപപ്പെടുന്നത്. മീൻപിടുത്തം യഥാർത്ഥത്തിൽ അവർക്ക് വളരെ ദുഷ്കരമായൊരു സ്ഥിതിയുണ്ട്. പലതവണ ഫിഷറീസിനോടും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം പരാതികളും അറിയിച്ചെങ്കിലും നടത്താനോ അല്ലെങ്കിൽ മണൽ നീക്കം ചെയ്യാനോ ഒന്നും തന്നെ യാതൊരു നടപടി അതായത് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. സാറിന് അറിയാമല്ലോ, കുറെ വർഷങ്ങളായി ഈ മുതലപ്പൊഴി ഇവിടെ രൂപം കൊണ്ട ആ നാൾ മുതൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വർഷാവർഷം ഇവിടെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. തീർച്ചയായിട്ടും മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ ആ കുടുംബത്തിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അനാഥരാക്കപ്പെടുകയാണ്. മുതലപ്പുഴയിൽ മണൽത്തിട്ട രൂപപ്പെട്ടതിനെ തുടർന്ന് മത്സ്യബന്ധനം പൂർണ്ണമായി നിലച്ചതോടെ മത്സ്യത്തൊഴിലാളികളുടെ സമരം അവിടെ രൂപപ്പെടുകയാണ്. അനിശ്ചിതകാല സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുദ്രാവാക്യം വിളികളുമായി റോഡ് പൂർണ്ണമായും ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ്. പോലീസിന്റെ വലിയ സന്നാഹം കൂടെ അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അഞ്ചുതെങ്ങ് മുതൽ പെരുമാതുറ വരെയുള്ള മുഴുവൻ റോഡും ഉപരോധിച്ചിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഉടൻ തന്നെ ഏറ്റവും അടിയന്തരമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. മുതലപ്പൊഴി അഴിമുഖത്ത് നിരവധി അപകട മരണങ്ങൾ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്നു. മണൽത്തിട്ട രൂപപ്പെടുകയും വിഴിഞ്ഞം തുറമുഖം ത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് രൂപപ്പെട്ട മണൽത്തിട്ടയാണ്. ഇത് നീക്കം ചെയ്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണം, അപകടം ഒഴിവാക്കണമെന്നൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുതലപ്പൊഴിയിൽ നേരത്തെയും സമരങ്ങൾ നടന്നിരുന്നു. എന്നാൽ അത് മണൽത്തിട്ട നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നിരവധി തവണ തന്നെങ്കിലും അത് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ കനത്ത സമരത്തിലേക്ക് ഇവർ വന്നിട്ടുള്ളത്. സ്റ്റെഫിൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ സംസാരിക്കുന്നത്? മാധു, ഇപ്പം പ്രതിഷേധം മാറിക്കൊണ്ട് ഫിഷറീസ് വകുപ്പ് ഡയറക്ടറും അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരുമായി മത്സ്യത്തൊഴിലാളികൾ, പ്രത്യേകിച്ചും ഈ അടുത്തുള്ള ഇടവകയിലെ വൈദികർ, അതോടൊപ്പം മുതലപ്പൊഴി സംരക്ഷണ സമിതിയുടെ പ്രതിനിധികളെല്ലാം ചർച്ച നടത്തുകയാണ്. അവരുടെ ആവശ്യങ്ങൾ ഈ വന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും അതോടൊപ്പം തന്നെ ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരോടും സംസാരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഏതായാലും സംഘർഷാവസ്ഥ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഇങ്ങോട്ട് വരുന്ന ആ വഴി തീരദേശ റോഡ് ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും ഈ മുതലപ്പൊഴി ഭാഗത്ത് കെട്ടിത്തിരിച്ച് അവിടെ മത്സ്യത്തൊഴിലാളികൾ റോഡിൽ കുത്തിയിരിക്കുകയാണ്. വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ആകപ്പാടെ ഇങ്ങോട്ടേക്ക് നമ്മൾ എത്തുമ്പോൾ മാധ്യമപ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വന്ന പോലീസ് വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിട്ടത്. വേറെ ഒരു തരത്തിലും വാഹനങ്ങൾ കടത്തിവിടാതെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്ന ഒരു സ്ഥിതിയുണ്ട്. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ്. പ്രത്യേകിച്ചും അവർക്ക് അവരുടെ ഉപജീവന മാർഗമാണ് മത്സ്യബന്ധനം. അതിന് പോകുന്നതിന് വേണ്ടി കഴിയാത്തൊരവസ്ഥ നിലവിലുണ്ട്. കാരണം ആ പൊഴിയിൽ മണൽ കൂന രൂപപ്പെട്ട ഒരു അവസ്ഥയിലാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ അത് പാലത്തിന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ ഒരു വള്ളത്തിനോ അല്ലെങ്കിൽ ബോട്ടിനോ കടന്നു പോകുന്നതിന് വളരെയധികം ദുഷ്കരമായ ഒരു സാഹചര്യമാണ് നിലവിൽ ആ കടലിൽ പൊഴിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് അവിടുത്തെ മണൽ നീക്കം ചെയ്യണം, ഡ്രഡ്ജിങ് നടത്തണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. കുറേ നാളുകളായി മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കുറേ നാളുകളായി മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തൊരവസ്ഥ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് ഈ റോഡ് ഉപരോധത്തിന് മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികളുടെ സമരം തുടരുകയാണ്. സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.